ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ഉടനെ പറഞ്ഞു അത്രേ, ലാ ഉരീദ്, ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ വാഖിയ അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ഓതാ പറഞ്ഞിട്ടുണ്ട്. ഞാനതെന്നെ പ്രിയപ്പെട്ട പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ദാരിദ്ര്യത്തെ ഭയമില്ല, ഞങ്ങൾക്ക് ദാരിദ്ര്യത്തെ ഭയമില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഞങ്ങൾക്ക് വേണ്ട ഇത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അടുത്ത ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ ചരിത്രമാണ്, ഇതൊക്കെയല്ലേ പഠിക്കേണ്ടത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊടുത്തു വിട്ടു സ്വർണത്തിന്റെ ഒരു കിഴി, സ്വർണത്തിന്റെ കിഴിയാണ്. ഇതാ ബൈത്തുൽ മാലിൽ നിന്ന്, പൊതു സ്വത്തിൽ നിന്നാണ്, നിങ്ങൾക്ക് ഇതാ ഇതെടുക്കാം. നിങ്ങൾക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റും, ഇതിലൂടെ ദാരിദ്ര്യം തുടച്ചു നീട്ടാൻ പറ്റും. നിങ്ങളൊരു മുതിർന്ന സ്വഹാബിയാണ്, ഇതെടുക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇല്ല 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 ഇല്ല, എനിക്ക് സ്വർണം വേണ്ട, എനിക്ക് നിങ്ങളുടെ പണവും വേണ്ട. കാരണം എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ ഒരു സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ സൂറത്തുൽ വാഖിയാണ്. അതെന്റെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ദാരിദ്ര്യത്തെ ഭയക്കുന്നില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മൂന്നാം ഖലീഫയാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹവും ഇതാ കൊടുത്തു വിടുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കൊടുത്തുവിട്ട പൊതി പോലും ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സ്വീകരിച്ചില്ല. അദ്ദേഹം പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കൾക്കും ഞാനിതാ സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദാരിദ്ര്യത്തെ ഞങ്ങൾ ഭയക്കുന്നില്ല. ചരിത്രത്തിൽ കാണാം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിന് പിന്നീട് ഒരിക്കൽ പോലും ഒരാളുടെ മുന്നാകെ അവർ കൈ നീട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല. പെൺമക്കൾ അധികരിച്ചതാകുന്ന സഹോദരങ്ങൾ, ഈ വിനീതന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ വാഖിയ നിത്യമാക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ഓതാൻ വേണ്ടി കൽപ്പിച്ചതും സ്ത്രീകളോടാണ്. അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിയ. നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കൾക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന സ്ത്രീ വിഭാഗത്തിന് സൂറത്തുൽ വാഖിയ പഠിപ്പിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. മക്കള് വിശുദ്ധമായ ഖുർആൻ വീട്ടിലോതട്ടെ, ആ വീട്ടിലെ ദാരിദ്ര്യം മാറട്ടെ. വാപ്പ പ്രവാസ ലോകത്താണ്, അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് തന്റെ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അന്നം തേടിക്കൊണ്ട് പുറപ്പെട്ട പ്രിയപ്പെട്ട ഒപ്പ, അദ്ദേഹം പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുമ്പോ മകളിതാ ഖുർആൻ ഓതുകയാണ്. അള്ളാഹു അതിന്റെ കാരണമായി, ഭാര്യയുടെ ഖുർആൻ ഓതലിന്റെ കാരണമായി, പെൺമക്കളുടെയും ആൺമക്കളുടെയും ഖുർആനോത്തിന്റെ കാരണമായി വാപ്പയുടെ ജീവിതത്തിൽ ഇതാ സന്തോഷം നൽകുകയാണ്. വീട്ടിലെ മക്കള് ഖുർആൻ ഓതണം, അപ്പോഴേ വാപ്പയുടെ ജീവിതത്തിലും കച്ചവടത്തിലും ബർക്കത്തുണ്ടാവും. അല്ല, മക്കൾക്ക് ഫോൺ വിളിക്കുമ്പോ മുതൽ കാർ വേണോ മോനെ, കാർ എന്നാ പിടിച്ചോ, എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഫോൺ വേണോ, S3 മതിയോ, അതെ S4 വേണം, 5S മതി, ഓക്കെ എന്നാ പിടിച്ചോ, ആ കൊടുക്ക, വേഗം തന്നെ അയച്ചു. എല്ലാം വേണ്ടതൊക്കെ മക്കൾക്ക് കൃത്യമായിട്ട് എല്ലാം കൊടുക്കുക വാപ്പ. മക്കള് വീട്ടിലിരുന്ന് നല്ല രസം, കൊള്ളാവല്ലോ, ജിമിക്ക് കമ്മൽ, കൊള്ളാം. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇതല്ലേ പരിപാടി. പിന്നെ എങ്ങനെ ശരിയാകും? പിന്നെ ഉസ്താദേ എനിക്ക് 100 കോഴിമുട്ട ഞാൻ തരാം നേർച്ചയിലേക്ക്, ദ്വാരക്കെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഫായിദയില്ല. മക്കളെ മൊബൈൽ കയ്യിലിരിക്കുന്ന മൊബൈലും കൊണ്ട് തിരിച്ചു വന്നു കിട്ടേമ്പോ. ചില മക്കൾ വാപ്പ വാങ്ങിച്ചു കൊടുത്തൊന്നുമല്ല, കുട്ടികളുടെ കയ്യിൽ എങ്ങനെ മൊബൈൽ എത്തിയെന്ന് വാപ്പാക്ക് പോലും അറിയാൻ വരാം. കൂടിയ മൊബൈലൊക്കെ മക്കൾ ഉപയോഗിക്കുന്നതുകൊണ്ട് വാപ്പാക്ക് വലിയ സന്തോഷമാണ്. എൻ്റെ മോൻ്റെ ഇരിക്കുന്നുണ്ടോ, വലിയ മൊബൈലാണ്. അപ്പാടെ ഈ ചെറിയ നോക്കിയുടെ പഴയ സാധനം ഇരിക്കുന്നത്. എന്നാലും കുട്ടികളുടെ കയ്യിൽ അതിനേക്കാൾ വലിയ സ്ലൈറ്റ് പോലത്തെ വലിയ മൊബൈൽ എന്നാ വെച്ചോ, ടാബാണ് കുട്ടികളുടെ വലിയ മൊബൈൽ. ഇത് എവിടുന്നാടാന്ന് ഒരു വാപ്പ ചോദിക്കുന്നില്ല, ഉമ്മയും ചോദിക്കുന്നില്ല. എവിടുന്നാണ് ഇത്? ആരെങ്കിലും പോക്കറ്റടിച്ച് കിട്ടിയ കാശ് കൊണ്ട് മക്കൾ വാങ്ങിച്ചാണോ? അതൊന്നും. കുട്ടികളുടെ വഴിവിട്ട ജീവിതത്തിന് ഉപയുക്തമാകുന്ന സാമ്പത്തിക സ്രോതസ് എവിടുന്നാണ് വരുന്നതെന്ന് തിരക്കാത്ത കാലഘട്ടമാണിത്. ശരിയല്ലേ? കുട്ടികൾ ഇട്ടിരുന്ന ഡ്രസ്സ് ഇത് എവിടുന്നാണ്? നിനക്ക് ഈ പാൻറ് എവിടെ നിന്ന് കിട്ടിയാടാ? എവിടെ നിനക്ക് ഈ ടീഷർട്ട്? ആ പൈമാൻ ചോദിക്കുവോ?
ഒരു യോതിരുമില്ല. എവിടുന്നെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ആ ചിന്താഗതി പാടില്ല. നമ്മൾ വാങ്ങിച്ചു കൊടുക്കാത്തതാകുന്ന ഒരു നയാ പൈസക്കുള്ള സാധനവും നമ്മുടെ കുട്ടികൾ ഇടണ്ട. മറ്റൊരാളുടെ വസ്ത്രം എന്തെങ്കിലും ആയിക്കോട്ടെ, ഹലാലല്ലാത്ത ഒന്നും ഇടാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. കാരണം എന്താ? ഹദീസില്ലേ قال رسول الله صلى الله عليه وسلم ما نبت من الحرام فالنار أولى به. ഹറാമിലെ ഊട്ടപ്പെട്ടതാകുന്ന ശരീരങ്ങൾ തീർച്ചയായും നരകവുമായി ഏറ്റവും ബന്ധപ്പെട്ടതാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾ എവിടെയെങ്കിലും പോയിട്ട് കുഴിമന്തിയൊക്കെ അടിച്ചിട്ട് വരിക റാഹത്തായിട്ട്. എവിടുന്നാണ് അത്? അപ്പാക്കും ഉമ്മാക്കൊന്നും അറിയണ്ട. വൈകിട്ട് ഞങ്ങൾ കഴിച്ചു കേട്ടോ, വയറ് ഫില്ലായി. എന്നാ ശരി മോനെ, അസ്സലാമു അലൈക്കും, പോയി കിടന്ന് ഉറങ്ങിക്കോളെ. പറ്റൂല. നീ എവിടെ നിന്ന് ആരം കഴിച്ചു? അത് ഇന്ന കടയിൽ നിന്ന്. എന്താ അവിടെ പോകാൻ കാരണം? നിനക്ക് എവിടെ നിന്ന് പൈസ കിട്ടിയത്? ചോദിക്കണം, വാപ്പായ്മ ചോദിക്കണം. ചോദിച്ചേ പറ്റൂ. ഈ കാലഘട്ടം അങ്ങനെയാണ്, വഴിവിട്ട കാലഘട്ടമാണ്. മോശപ്പെട്ട രീതിയിൽ നിന്നാണോ ഇവർക്ക് ഈ പണം കിട്ടിയത്? അതറിയാൻ വേണ്ടിയാണ് വാപ്പ ചോദിക്കണം. അതിന് ഉമ്മാക്ക് ചോദിക്കാൻ അധികാരമുണ്ട്, അവർ ചോദിച്ചേ പറ്റൂ. നമ്മുടെ മക്കളെ തർബീയത്ത് തന്നെ അങ്ങനെ, അത് ചെറുപ്പം മുതലേ ശ്രദ്ധിക്കണം. പ്രവാസികളാകുന്ന സഹോദരങ്ങൾ ഒരുപക്ഷെ പരിപൂർണ്ണ ശ്രദ്ധ ഉപ്പക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഉമ്മ അവിടെ ഒന്ന് ഹൈജാക്ക് ചെയ്ത് അവരുടെ കുട്ടികളുടെ മുന്നിൽ ഒരു വാപ്പയുടെ റോൾ ഉമ്മ എടുക്കണം, അല്ലെങ്കിൽ സ്വന്തം എളാപ്പയെ ഏൽപ്പിക്കണം. അവന്റെ തർബീയത്ത് മറ്റൊരാളിൽ, അഥവാ ഒന്നില്ലെങ്കിൽ മൂത്താപ്പയിൽ അല്ലെങ്കിൽ എളാപ്പയിൽ ആരെങ്കിലും ഒരാളിൽ വാപ്പ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. മക്കളെ തർബീയത്ത് ചെയ്യണം കറക്റ്റായിട്ട്, അല്ലെങ്കിൽ വലിയ വിഷയമാണ്. കാലഘട്ടം വളരെ മോശമാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അതാ ബൈത്തുൽ മാൽ വാങ്ങിക്കൊണ്ടുവരുന്ന റേഷൻ വാങ്ങിക്കൊണ്ട് ആളുകൾ ഇങ്ങനെ പോവാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ അരി കൊടുത്തു, ഗോതമ്പ് കൊടുത്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ എണ്ണപ്പാത്രം ഇങ്ങനെ മാറ്റിവെച്ചു. എണ്ണയുടെ വലിയൊരു വീപ്പ. ആ എണ്ണയുടെ വീപ്പയിൽ നിന്ന് എണ്ണ ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ തൂക്കി കൊടുക്കുക. ഓരോരുത്തരൊരു പാത്രം കൊണ്ടുവരും, അളവുണ്ട്, അതിലിങ്ങനെ കൊടുക്കുകയാണ്, കയ്യിൽ ഇങ്ങനെ കൊടുക്കുക. കൊടുത്ത ഓരോ ജാറ് തീരുമ്പോഴത്തേക്ക് അതിങ്ങനെ മാറ്റി വെക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ അവിടെ ഒരു പയ്യനിരിപ്പുണ്ട്. അവനിങ്ങനെ ആ ജാറിന് സുള്ള് വടിച്ചു വെച്ചിരിക്കുക. എന്നാലും ജാറ് നമ്മൾ വെളിച്ചെണ്ണ പാത്രം വടിച്ചാലും പാക്കറ്റ് വടിച്ചാലും ഇതിന്റെ ലാസ്റ്റ് അതിന് അല്പം ഉണ്ടാവും, സ്വല്പം ഉണ്ടാവുള്ളൂ, കുറച്ചും ഉണ്ടാവും. അത് ഈ ചക്കൻ എന്ത് ചെയ്യാണ്? ഇവനിങ്ങനെ കൈയിട്ടിട്ട്, കുണ്ടൻ അതിനകത്ത് കൈയിട്ടിട്ട് ഇവനിങ്ങനെ പതുക്കെ തലയിൽ ഇങ്ങനെ തേക്കുക, മുടിയിലൊക്കെ. അല്ല സൽമാൻ ഖാൻ ഷോ കാണിക്കുക, മുടിയിലെല്ലാം തേച്ച് വെച്ച് നല്ല റാഹത്ത്. മുടിയിലെല്ലാം ഇട്ട് ഇതിങ്ങനെ തേക്കുക. മുടി മൊത്തം എന്താക്കി? എണ്ണയാക്കി. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കിയപ്പോൾ മുടിയെല്ലാം നല്ല എണ്ണയിട്ട് നല്ല റാഹത്ത്. ഉമർ റളിയല്ലാഹു അൻഹു അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഉസ്താനെയും വിളിച്ചു, മുടി വെട്ടുന്ന ആളെയും വിളിച്ചു. ഉസ്താനെന്തായാലും ഇവിടെ പറയും ഹല്ലാക്ക് അല്ലേ, മുടി വെട്ടുന്ന ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ഇവന്റെ മുടി മൊത്തം അങ്ങ് പഠിച്ചേ. കാരണം ഇവന്റെ മുടിക്ക് എന്താണ്? ബൈത്തുൽ മാലിലെ എണ്ണയോട് വലിയ പ്രേമമാണ്, ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവന്റെ മുടി ഇങ്ങ് പഠിച്ചെടുത്തേക്കാൻ പറഞ്ഞു. ആര്? സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. അപ്പൊ പലർക്കും ഒരു അമർഷം ഉണ്ടായി. അവിടെ ഉള്ളവരൊക്കെ ചിലരിങ്ങനെ പിറുപിറുത്തു, എന്നാലും കുട്ടിയെ മൊട്ടയടിപ്പിക്കണ്ടായിരുന്നു, അല്ല തലയിലെ എണ്ണ കഴി വിട്ടാൽ മതിയായിരുന്നല്ലോ, മൊട്ടയടിപ്പിച്ചത് അത്ര. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ കുട്ടിയെ നാളെ നരകത്തിൽ എറിയപ്പെടുന്നതാണോ ഇഷ്ടം, അതല്ല അവന്റെ മുടി ഇപ്പൊ തൽക്കാലം ഒന്ന് വടിച്ചെടുത്തതാണോ പ്രശ്നം? കാരണം ഈ മുടി ഇപ്പോൾ വടിച്ചെടുത്ത് നാളെ മുടി 4 മുതൽ കിടക്കും, 2 ആഴ്ച കഴിയുമ്പോൾ പഴയ പോലെ മുടിയാവും. പക്ഷെ ഇവരെ ഇതോടുകൂടി ചിലപ്പോൾ നരകത്തിലേക്ക് അവന്റെ ശരീരം മൊത്തം ഇടാൻ നിബന്ധനമാണ്. അവൻ നരകത്തിലേക്ക് പോകാതിരിക്കാനാണ് അവന്റെ മുടി മൊത്തത്തിൽ ഞാൻ മുണ്ടനം ചെയ്തത് എന്ന് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. ഹലാല് ശ്രദ്ധിക്കണം നമ്മള്. ഇത് തലയിൽ തേച്ചത്. നമ്മുടെ മക്കൾ അവിടെ ഇവിടെ പോയി കുഴിമന്തി അടിക്കുക റാഹത്തായിട്ട്, ഇതെല്ലാം ഉള്ളിക്ക് പോവുക. ഇങ്ങോട്ടാ പോകുന്നത്? മറ്റേത് തലയെ തേച്ച ഒരു എണ്ണയുടെ കഥ ഈ പറയുന്നത് മൊട്ടയടിച്ച് വിട്ടത്. മറ്റേ ഉള്ളിലോട്ട് പോകുന്നതിന്റെ ഹിസാബ് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെ നീ ശ്രദ്ധിക്കണേ. ഈ ആരോഗ്യ സമയത്തുള്ളതാകുന്ന അമലുകളെ നീ ശ്രദ്ധിക്കണേ. അല്ലാഹു നിനക്ക് എത്രയെത്രതാകുന്ന അനുഗ്രഹങ്ങളാണ് നൽകിയത്. നിനക്ക് കൈകാലുകൾ നൽകിയില്ലയോ? നിനക്ക് ശ്വസിക്കാനുള്ളതാകുന്ന ശ്വസനശേഷി അല്ലാഹു നൽകിയില്ലയോ? ഭക്ഷണങ്ങൾ നല്ലതുപോലെ വായിൽ വെച്ചുകൊണ്ട് ചവച്ചരയ്ക്കാനുള്ള കഴിവും അത് ഉമനീര് രൂപത്തിൽ നിനക്കത് ഉള്ളിലേക്ക് ഇറക്കാനുള്ള കഴിവും അല്ലാഹു നിനക്ക് നൽകിയില്ലയോ? അല്ലാഹു നിനക്ക് നൽകിയതാകുന്ന കഴിവുകളെ എന്തേ മനുഷ്യ നീ ഒന്ന് ചിന്തിക്കാത്തത്? ഇന്ന അവ്വല മാ യസ്അലുൽ അബ്ദു യൗമൽ ഖിയാമത്തി അനിൻ
النعيم. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് എത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ചോദിക്കുക, മനുഷ്യ മാനവാ, നിനക്ക് നൽകിയ അനുഗ്രഹമാണ്, നിനക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്. അല്ലാഹു നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോ അല്ലാഹു നിന്നോട് ചോദിക്കുമത്രേ, അലം നുസഹി ജിസ്മക വനുറവീക മിനൽ മാഇൽ ബാരിദ്. നിന്റെ ശരീരത്തെ നാം ആരോഗ്യമുള്ളതാക്കിയില്ലയോ? ആരോഗ്യ ദൃഢഗാത്രനാകുന്ന സഹോദരനല്ലയോ? നിന്റെ കൈകാലുകൾക്ക് ഒരു പ്രശ്നവുമില്ലല്ലോ, ഒരു പ്രയാസവുമില്ലല്ലോ. ജനിച്ചത് മുതൽ നിനക്കിതാ 5 വിരലുകൾ വലത് കയ്യിലില്ലയോ? 5 വിരൽ ഇടത് കയ്യിലില്ലയോ? 5 വിരലുകളതാ വലത് കാലിലില്ലയോ? 5 വിരലുകൾ ഇടത് കാലിലില്ലയോ? നിനക്കിതാ സാധാരണ ഒരു മനുഷ്യന്റെ രൂപഭാവങ്ങൾ അല്ലാഹു നിനക്ക് സമ്മാനിച്ചില്ലയോ? തബാറകല്ലാഹ് അഹ്സനുൽ ഖാലിഖീൻ. സൃഷ്ടികൾ വെച്ച് ഏറ്റവും അത്യുത്തമനായി മനുഷ്യ നിന്നെ നാം പടച്ചില്ലയോ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹങ്ങളെ പറ്റി ചോദിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ കള്ളു കുടിച്ചുകൊണ്ടും വ്യഭിചരിച്ചുകൊണ്ടും പലിശ തിന്നുകൊണ്ടും ഹറാമ് ഭുജിച്ചുകൊണ്ടും നടന്ന മനുഷ്യ, അവസാനമായിട്ട് ഈ ലോകത്ത് നിന്ന് നീ വിട പറയുമ്പോ നിന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലേക്ക് എത്തി നിൽക്കുമ്പോ ഇതാ നിന്നോട് ചോദിക്കുകയാണ്, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോളെ, ഐന ബദനുകൽ ഖവീ വമാ അദഅഫഹുൽ നീ നല്ല ആരോഗ്യമുള്ള ശരീരമായിരുന്നല്ലോ, ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരുന്നല്ലോ, ആരോഗ്യമുള്ളതായ യുവതിയായിരുന്നല്ലോ. എന്ത് പറ്റിയടാ, എന്ത് പറ്റിയടാ? നിന്റെ ശരീരത്തെ ഇന്ന്